ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എൻ്റെ കേദാർനാഥ് സീരീസൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ ഋഷികേശിലെത്തിയേക്കാണ്. അപ്പോൾ സീരീസ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. എൻ്റെ ഫസ്റ്റ് സോളോ ട്രാവലാണ്. അതിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതെല്ലാം ഇനി മാറ്റിക്കൊണ്ട് ഞാൻ ഇനി അടുത്ത ട്രാവൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാനിപ്പോൾ യോഗനഗരി ഋഷികേശിലാണ്. ഈ പേര് തന്നെ നമുക്ക് മനസ്സിലാവും യോഗയ്ക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്ലേസാണ്. അതെ, യോഗ ആശ്രമങ്ങൾ കുറേ ഉണ്ട്. അതുപോലെ തന്നെ ആത്മീയ ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങളുള്ള ഒരു പ്ലേസ്, അതുപോലെ തന്നെ യോഗ അധ്യാപകം ചെയ്യുന്ന കുറേ സ്ഥാപനങ്ങൾ, ഹഠയോഗ ആവട്ടെ അഷ്ടയോഗ ആവട്ടെ, ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ പ്ലേസസ് നമുക്ക് അവിടെ കാണാൻ കിട്ടും. കൂടുതലും ഫോറിനേഴ്സാണ് കേട്ടോ ഇവിടെ ഇതിനു വേണ്ടി വരുന്നത്. നമ്മളെക്കാട്ടിൽ അതിനെയൊക്കെ ഉൾക്കൊള്ളുന്നത് ഫോറിനേഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കൊന്ന് ഇന്ത്യൻസിനെക്കാട്ടി ഞാൻ അവിടെ കണ്ടത് തപോവൻ എന്ന് പറഞ്ഞൊരു പ്ലേസിൽ കണ്ടത് ഫോറിനേഴ്സിനെയായിരുന്നു. ഈ തപോവൻ എന്ന് പറഞ്ഞ പ്ലേസിലാണ് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തതും. ഈ ഒരു 3 ദിവസം സ്റ്റേ ചെയ്തതും അവിടെ നമുക്ക് കുറേ അഫോർഡബിൾ പ്ലേസസിൽ അവിടെ നമുക്ക് കുറേ ഡോർമെട്രീസും അതുപോലെ തന്നെ ഡബിൾ റൂമും സിംഗിൾ റൂമും ഒക്കെ കിട്ടും. അപ്പം എനിക്ക് ആയത് ഏകദേശം 700 രൂപയായിരുന്നു. അത് 300 രൂപ തൊട്ട് നമുക്ക് കിട്ടുന്നതുണ്ട്. പക്ഷേ മിക്സഡ് ഡോർമെട്രീസ് ആണ് കൂടുതൽ ഞാൻ കണ്ടത്. മൊത്തം വിരലെണ്ണാവുന്നുള്ള രീതിയിലെ കുറച്ച് ഇതുപോലെ ലേഡീസിൻ്റെയൊക്കെ ഡോർമെട്രീസ് ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റൂംമേറ്റ്സ് ഒക്കെ പോലും ഫോറിനേഴ്സ് ആയിരുന്നു. അവരിതുപോലെ ധ്യാനം, അതായത് മെഡിറ്റേഷന് വേണ്ടിയിട്ടും അതിൻ്റെയൊക്കെ ക്ലാസ്, യോഗയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ വന്നതാണ് അവരെല്ലാം. നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് ചൗരസി കുടിയ അല്ലെങ്കിൽ രാജാജി ടൈഗർ റിസർവ്, അതും അല്ലെങ്കിൽ ഇതിനെ ബീറ്റിൽസ് ആശ്രം എന്നാട്ടോ പറയുന്നത്. ഇവിടെ എൻട്രി ഫീ ആയിട്ട് വരുന്നത് 200 രൂപയാണ്. നമ്മൾ കയറുമ്പോഴും അവിടെ ഒരു ബുക്കിൽ നോട്ട് ചെയ്യണം, ഇറങ്ങുമ്പോഴും ആ ബുക്കിൽ എഴുതിയിട്ട് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. പക്ഷേ ഇതൊരു രസകരമായ കാഴ്ചയല്ലേ. വെള്ളം തന്നെ പൈപ്പൊക്കെ തുറന്നാണ് കക്ഷി കുടിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ഈച്ച ഭയങ്കരമായിട്ട് അതിന് ശല്യം ചെയ്ത കാരണം അതിന് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. എങ്കിലും അത് പറ്റുന്നത്രയും തന്നെ വെള്ളം കുടിച്ച് പാവും. അങ്ങനെ വേണ്ട പാസ്സൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇത് ബീറ്റിൽസ് ആശ്രം എന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഇതൊരു ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ. മുന്നോട്ട് ചെല്ലുമ്പോൾ ഈ കാണുന്ന കണക്ക് കേവ് പോലുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ശരിക്കും സാധന ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും ഉള്ളൊരു പ്ലേസ് ആയിരുന്നു പണ്ട്. ഒരു മഹേഷ് യോഗി എന്ന് പറഞ്ഞ മഹർഷിയുടെ സ്റ്റുഡൻസിന് വേണ്ടി ഈ സാധനം അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്ന ഒരു പ്ലേസാണിത്. അത് ഏകദേശം ഒരു 1968 കാലങ്ങളിൽ കുറേ ഫോറിൻ സെലിബ്രിറ്റീസ് ഇവിടെ വരികയും അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് റോക്ക് ബാൻഡായിട്ടുള്ള ബീറ്റിൽസ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ ധ്യാനത്തിന് വന്നു. ആ സമയത്ത് ശരിക്കും ഒരു അന്താരാഷ്ട്ര ലെവലിൽ ഈ സ്ഥലം ഒന്ന് ഫേമസ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുമ്പം തന്നെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ബാത്റൂം അറ്റാച്ച്ഡ് യൂറോപ്യനാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലൊരു ഒരു റൗണ്ടായിട്ടുള്ളൊരു പ്ലേസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും, ഒരു ഹോള് പോലെ. ഇതിൻ്റെ മേലെയാണ് ഞാൻ മുമ്പേ ഇറങ്ങി വരുന്ന ഒരു വീഡിയോ കാണിച്ചത്. അപ്പം അതിനൊക്കെ കയറാനുള്ള ഒരു ചെറിയൊരു സ്റ്റെയറാണ്. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം നശിച്ചിരിക്കുകയാണ്. ഇതിൽ ഓരോ കെട്ടിടത്തിൽ കയറിയാലും ഇതുപോലെല്ലാം നശിച്ച് തന്നെ കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ട്രക്ചർ പുറമേ നിർമ്മിച്ചിരിക്കുന്ന ആ കല്ലെന്ന് പറയുന്നത് ഗംഗാ നദിയിൽ നിന്ന് എടുത്തിരിക്കുന്ന കല്ലാണ്. പിന്നീട് ഒരു 1990 കാലഘട്ടത്തിൽ ഈ സൈറ്റ് അവർ ഉപേക്ഷിച്ചായിരുന്നു. അതിനുശേഷം 2003 വനവൽക്കരണ വകുപ്പ് ഇത് ഏറ്റെടുക്കുന്നതും അവർ നമുക്കായിട്ട്, അതായത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു 2015 തൊട്ട് ഇത് വിട്ടുകൊടുക്കാനും തുടങ്ങി. അതിനുശേഷമാണ് ഇത്രയും വിസിറ്റേഴ്സൊക്കെ ഇവിടെ വന്നു തുടങ്ങിയതും.
ബീറ്റേജ് ആശ്രമത്തിൽ നിന്ന് ഞാൻ നേരെ പോയത് റാംജൂലയിലേക്കായിരുന്നു. റാംജൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1986 പണി കഴിപ്പിച്ച ഒരു ഇരുമ്പ് തൂക്കുപാലമാണ്. അതിനെ ഋഷികേശിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് പറയുന്നത്. ഈ റാംജൂലയ്ക്ക് സമാനമായിട്ട് തന്നെ 2 കിലോമീറ്റർ മാറിയിട്ട് വേറൊരു പാലം കൂടിയുണ്ട്. അതിനെ ലക്ഷ്മൺ ജൂല എന്നാണ് കേട്ടോ പറയുന്നത്. അത് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് കുറച്ചേറെ വർഷമായിട്ട്. ഇതിലേ കൂടെ നമുക്ക് കാൽനട യാത്രക്കാർക്ക് മാത്രമേ പെർമിഷനുള്ളൂ, ബൈക്കോ ഒന്നും കയറ്റി വിടത്തില്ല. അതുമാത്രമല്ല ഈ 2 കരയിലും 2 ജില്ലയാണ് വരുന്നത്. രണ്ടിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണിത്. ഇതിൻ്റെ ശരിക്കും ഗംഗാ നദിയുടെ കുറുകെയാണ് ഈ പാലം വരുന്നതും. ആ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ തീരത്ത് കുറേ ആശ്രമങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 6 മണിക്ക് ശേഷം ഗംഗാ ആരതിയും കാണാൻ പറ്റും. രാത്രി ആകുമ്പോഴത്തേക്ക് അവിടെ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ആ പാലത്തിന് കിട്ടുന്നത് കേട്ടോ. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസും കൂടിയാണ്. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. ഞാനിനി ഇവിടെ നേരെ പോകുന്ന രാജസ്ഥാനി എന്ന് പറഞ്ഞ സ്വീറ്റ് ഷോപ്പിലേക്കാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗുജിയ എന്ന് പറഞ്ഞ സ്വീറ്റ് കഴിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തപ്പിപ്പിടിച്ച് പോയത്. പക്ഷെ അത് കിട്ടിയില്ല. അത് ഹോളി ടൈമിലാണെന്ന് തോന്നുന്നു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. ബാക്കി സ്വീറ്റ്സും കാര്യങ്ങളും വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇതുപോലെ കുറേ ബാഗ്സും ചെരുപ്പും കരകൗശല സാധനങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ നമുക്കത് വിലപേശി വാങ്ങാനും പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഈ പോകുന്നത് നേപ്പാളി ഫാമിലിയിലേക്കാണ്. എനിക്ക് നാളത്തെ എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഡൽഹിയാണ്. അപ്പം നമുക്ക് ഋഷികേശിൽ നിന്ന് പല ഭാഗത്തിലേക്കുള്ള ബസ് നമുക്ക് കിട്ടുന്നത് ഈ നേപ്പാളി ഫാമിൽ നിന്നാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.